ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ്. ഇത് ലൊക്കേഷൻ പാകിസ്ഥാനി സ്കൂളിനടുത്താണ്. ഓക്കെ, അപ്പം ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ്റെ 3 ഐറ്റംസ് ആയിരുന്നു. ബിരിയാണി, ടീക്ക, പിന്നെ ബോട്ടി. ഇതിലേതായിരുന്നു നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂഷനിലായി പോകും. കാരണം 3 ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇത്രയും നല്ല ഫുഡ് ഞാൻ ഈ അടുത്തിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. നല്ല നീളമുള്ള റൈസ്, പിന്നെ ചിക്കനൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്പൈസിയാണ് സംഭവം. പിന്നെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. കാരണം സ്പൈസസ് ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ബിരിയാണി. ശരിക്കും ബിരിയാണി കണ്ടുപിടിച്ചത് പേർഷ്യയിലാണെന്ന് പറയപ്പെടുന്നു. ഇത് ഇന്ത്യയിലേക്ക് വ്യാപിച്ചത് മുഗൾ സാമ്രാജ്യത്തിലൂടെ ആണെന്നും പറയപ്പെടുന്നു 16-ാം നൂറ്റാണ്ടിൽ. എന്തായാലും ബിരിയാണി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പേർഷ്യൻ പദമായ ബിരിയൻ എന്ന വാക്കിലൂടെയാണ് വന്നത്. അതിൻ്റെ അർത്ഥം പാചകത്തിന് മുന്നേ വറുത്ത എന്നാണ്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. 2 ചിക്കൻ പീസ് ഉണ്ട്, സ്പൈസി ആണ്, ഏലക്കയുണ്ട്, കറുവപ്പട്ട, പച്ചമുളക്, സംഭവം അടിപൊളിയാണ്. ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതുകൂടെ ട്രൈ ചെയ്ത് ചിക്കൻ ടിക്കയും പിന്നെ പോട്ടിയും ഒരു രക്ഷയില്ലായിരുന്നു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. നല്ല സോഫ്റ്റ് ചിക്കനാണ്. കഴിക്കുന്തോറും നമ്മുടെ വയറ് ഫുള്ളാകുന്നതല്ലാതെ കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ സ്റ്റോപ്പ് ആവുന്നില്ല. അത്രയും ടേസ്റ്റിയാണ് സംഭവം. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. നല്ല സോഫ്റ്റാണ് ചിക്കൻ. ചിക്കൻ ടിക്കയും നല്ല സോഫ്റ്റാണ്. ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ അധികം സ്പേസ് ഒന്നുമില്ല. പക്ഷേ വളരെ നല്ല രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2 സ്ക്രീനുണ്ട് മെനു ഐറ്റംസൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ഫാമിലി റൂമുണ്ട്. അപ്പോൾ എല്ലാം ഒരു ബിസിനസ് ട്രിക്കാണ്.